എറണാകുളം ജില്ലയിൽ മോഹിച്ച സീറ്റ് നഷ്ടമായതിൽ അതൃപ്തിയുമായി കോൺഗ്രസ് നേതാക്കൾ. കൊച്ചി സീറ്റ് നഷ്ടമായ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പെരുമ്പാവൂരിൽ സീറ്റ് പ്രതീക്ഷിച്ച എൽദോസ് കുന്നപ്പള്ളിയുമാണ് അതൃപ്തി പരസ്യമാക്കിയത്. പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എൽദോസ് കുന്നപ്പള്ളി. അതേസമയം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് എൽദോസ് കുന്നപ്പള്ളി അനുകൂലികൾ പെരുമ്പാവൂരിൽ പ്രകടനം നടത്തി. അവസാന നിമിഷമാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേര് കൊച്ചി സീറ്റിൽ നിന്നും വെട്ടിമാറ്റിയത്. VD സതീശന്റെ നോമിനിയായ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ദീപ്തിക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചതിന്റെ ആവർത്തനം കൊച്ചി സീറ്റിന്റെ കാര്യത്തിലും ഉണ്ടായതിന്റെ അതൃപ്തി ദീപ്തിയുടെ പ്രതികരണത്തിൽ പ്രകടം. ഇന്നലെ രാത്രി പറഞ്ഞിട്ടില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഇറങ്ങാൻ പറഞ്ഞാൽ എല്ലാം തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. അതേസമയം പെരുമ്പാവൂരിൽ സീറ്റ് ഉറപ്പിക്കാനായി ബുധനാഴ്ച അർദ്ധരാത്രി വരെ ദില്ലിയിൽ തുടർന്ന എൽദോസ് കുന്നപ്പള്ളിക്കും ഒടുവിൽ നിരാശനാകേണ്ടി വന്നു. സിറ്റിംഗ് MLA മാർ മത്സരിക്കുമ്പോൾ തനിക്ക് മാത്രം എന്താണ് അയോഗ്യതയെന്ന് പാർട്ടി പറയണമെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. മത്സരിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് ഈ കാര്യത്തിൽ അയോഗ്യത എന്നുള്ളത് പാർട്ടി പറയേണ്ട ഒരു കാര്യമാണ്. സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൽദോസ്. ഇതിനിടെ പെരുമ്പാവൂർ കുറുപ്പമ്പടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PS രാജൻ രാജിവെച്ച് BJPയിൽ ചേർന്നത് നേതൃത്വത്തിന് പ്രതിസന്ധിയായി. അതേസമയം മുൻ KPCC ജനറൽ സെക്രട്ടറിയും പറവൂർ നഗരസഭാ ചെയർപേഴ്സണുമായിരുന്ന വത്സല പ്രസന്നകുമാറിനെ പറവൂരിലെ NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.